ഞങ്ങളൊരു പാർട്ടി രൂപീകരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. അത് ശരിയല്ല. കാരണം പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കർഷക പ്രതിനിധി സമ്മേളനം നടക്കുമ്പോൾ അവിടെയുള്ള വിവിധ പ്രതിനിധികൾ ഡെലിഗേറ്റ്സിനെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞങ്ങൾ സമ്മേളനം വിളിച്ചത്. അവരുടെ ആശയങ്ങൾ എന്താണ്, അവരുടെ ഐഡിയാസ് എന്താണ്, ഈ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായിട്ട് ഉള്ളത് എം വി മാണിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോതമംഗലത്തെ MLA ആയിരുന്നു, 2 പ്രാവശ്യം അങ്കമാലിലെ MLA ആയിരുന്നു. വലത്ത് വെച്ചിരിക്കുന്നത് PM മാത്യു ആണ്. അദ്ദേഹം കടുത്തത്തിൽ നിന്നുള്ള MLA ആണ്. ഇന്നിപ്പം ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ KD ലൂയിസ് ഈ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ അഡ്വക്കേറ്റ് ജോമൻ ചാക്കോ, അദ്ദേഹം ഇതിന്റെ ഒരു സെക്രട്ടറിയാണ്. അദ്ദേഹം കട്ടപ്പനയിലുള്ള ഒരു പ്രമുഖ അഭിഭാഷകനാണ്. അങ്ങേറ്റത്തിരിക്കുന്ന ജോസഫ് കള്ളുവേലിലാണ്. അദ്ദേഹം ട്രഷറാണ്. അദ്ദേഹമാണ് വളരെ പ്രമുഖനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീ ജോണി ചക്കാല, അദ്ദേഹം കൊല്ലത്തു നിന്നുള്ള പ്രമുഖ വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്കറിയ KT ഞങ്ങൾ മോൻ എന്ന് വിളിക്കും. മോന് സ്കറിയാമസ് മുന്നമ്പി സ്കറിയാമസിന്റെ പുത്രനാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇങ്ങനെ പുതിയ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. അതിന്റെ കാര്യകാരണങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് നിങ്ങൾ ഇന്ന് വന്ന ചില ദുസ്സൂചനകളുണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെന്ന്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കില്ല എന്ന് പറയാനൊക്കെയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇന്നുവരെ അങ്ങനെയുള്ള കാര്യം സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കാർഷിക പ്രശ്നങ്ങളാണ് പ്രമുഖമായിട്ട് ഈ പാർട്ടി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇന്ന് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് കർഷകർ കഴിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, 2 മുന്നണികളും ഏതാനും വ്യക്തികളെ പിടിച്ച് അവരാണ് കർഷകരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളെന്ന് ഒരു ന്യായം പറഞ്ഞ് കേരള രാഷ്ട്രീയം തന്നെ ഇന്ന് വളരെ ദുർബലമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു വിരാമമിടണമെന്നുള്ള ആണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർഷകന്റെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിട്ടുവീഴ്ച എന്ന് പറയുന്ന യാതൊരു പ്രശ്നമില്ല. ഇക്കാര്യത്തിൽ കുറെ നാളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷക അവഗണിക്കുകയാണ്. ആ അവഗണന പറയുകയാണെങ്കിൽ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആരാണ് കർഷകർ എന്നുള്ള ആ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ. ഞാൻ മുഴുവൻ ബുദ്ധിമുട്ടുകളല്ല, ഏതാണ്ട് ഒരു 90% ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇന്നലെ കൊടുത്തുള്ള വാർത്ത, ഞങ്ങൾ പാർട്ടി രൂപീകരിക്കാനല്ല പോയി, പാർട്ടി പണ്ടേ രൂപീകരിച്ച് കഴിഞ്ഞു. ആ കാര്യം അറിയിക്കുക മാത്രമാണ്. ഇന്നല്ല ഞങ്ങൾ രൂപീകരിക്കുന്നത്, നേരത്തെ തന്നെ രൂപീകരിച്ചാണ്. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം അതെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ചിഹ്നങ്ങൾ ചോദിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ മറുപടി പറയാം. തുഷാർ വെള്ളാപ്പള്ളി കൊണ്ടുവന്ന തുഷാർ വെള്ളാപ്പള്ളി ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ്. അദ്ദേഹത്തിനും കാർഷിക രംഗത്ത് ഒരുപാട് താല്പര്യമുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞതാണ്. SNDPയുടെ വൈസ് പ്രസിഡന്റാണ്. അവരുമായിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ ദീർഘമായിട്ട് ഒരു പാർട്ടിയല്ല. ഞാൻ കേരള കോൺഗ്രസിന്റെ ഈ വിഭജിക്കാത്ത അവിഭക്ത കേരള കോൺഗ്രസിന്റെ അവസാനത്തെ ചെയർമാൻ ഞാനായിരുന്നു.
80 തൊട്ട് 83 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ആയിട്ട് വന്നു. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ 3 പ്രാവശ്യം ജയിച്ചു. 65 കൊല്ലമായിട്ട് വേറെ ആരും ഒരു കോൺഗ്രസ്സുകാരൻ ആ സീറ്റ് ജയിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കണം. അക്കമേരനും മറ്റും അവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അക്കമേരൻ കാഞ്ഞിരപ്പള്ളി എന്നാണ് വരുന്നത്. അവിടെ കോൺഗ്രസിന് ഇവിടെ ജയിക്കാൻ സാധ്യത. കാരണം ഓരോരുത്തർ അവരുടെ താല്പര്യം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനം കർഷകർക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ താല്പര്യങ്ങൾ ആരും തന്നെ നോക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ശബ്ദങ്ങൾ പുറത്തോട്ട് കേൾക്കുകയില്ല. ഞങ്ങൾ അനുഭവിച്ച കാര്യമാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് തീരുമാനമെടുത്തത്. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ല, നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ തൊട്ടുള്ള ചെയ്ത്ത് ചില്ലറയല്ലായിരുന്നു. അത് കേരള കോൺഗ്രസ് നേതാക്കളൊന്നും ഇടപെട്ടിട്ടൊന്നുമല്ല. അത് ദുഷ്പ്രചരണം നടന്നു. ഇപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായി. പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളാരും അവരെ വെച്ച് പാർട്ടി രൂപീകരിക്കാനൊന്നും പോയിട്ടില്ല. ദുഷ്പ്രചരണം എന്നല്ല പറഞ്ഞത്. പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞ പാർട്ടിയല്ലേ. ഞങ്ങൾ അവിടെ വെച്ച് ആര് മറച്ചു വെച്ചു? നിങ്ങൾക്ക് കിട്ടിയില്ലെന്നല്ല ന്യൂസ്. ഇത് എത്ര നാളെ മുമ്പേ ഇതിനകത്ത് എത്ര പേര് ഒപ്പിട്ടാലാണ് ഒരു പാർട്ടി ഉണ്ടാകുന്നത്? അതും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഒപ്പിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി. പാർട്ടിക്ക് തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ടി ഉണ്ടാക്കാൻ പോകാന്ന് പറഞ്ഞ് അവിടെ തെറ്റ് ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ പ്രഖ്യാപനം നടത്താൻ പോകുന്നു ഇന്നലെ. ഏതാ പ്രഖ്യാപനം ഉണ്ടായില്ലല്ലോ. ഇന്നല്ലേ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല, പ്രഖ്യാപിച്ച് കഴിഞ്ഞതല്ലേ. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കൊടുത്തത്. പക്ഷെ വേറെ വാർത്തകളെല്ലാം കൊടുത്ത് അന്നത്തെ ആ യോഗത്തിൽ പ്രഖ്യാപിക്കാൻ പോകാന്നാ കൊടുത്തത്. അതാണ്. അതെങ്ങനെ അവരറിയുന്നത്? അവരാരും ഈ പാർട്ടിയുടെ രൂപം തൊപ്പിട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവരറിയുന്നത്? ഏതാ ഞങ്ങൾ വിളിച്ചത് ഈ സമ്മേളനവും മറ്റേ സമ്മേളനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞങ്ങളുടെ കർഷക പ്രതിനിധികളെ വിളിച്ച് ഞങ്ങളൊരു പ്രഖ്യാപനം നടത്താൻ വന്നു. അവരുടെ ആശയങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചാ. അത് പ്രതിനിധി സമ്മേളനം നിങ്ങൾ കണ്ടാലോ. അവർ രജിസ്റ്റർ ചെയ്താണ് അവർ കയറിയത്. ഞങ്ങളുടെ വിശാലമായ സംഘടനയുടെ ആൾക്കാർ പല പ്രദേശത്തുണ്ട്. അവർക്കൊരു സൂചന കൊടുക്കാൻ വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമേ ഞാൻ വിളിച്ചത്. ഞങ്ങളുടെ കർഷക ഫെഡറേഷന്റെ ആൾക്കാരും എല്ലാം അറിഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോട് അറിയണ്ടേ? ഇത് കർഷക ഫെഡറേഷന്റെ ആൾക്കാർ മാത്രം അറിഞ്ഞ് ചെയ്ത കാര്യമാണ്. ഇതാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ഏതാ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു നോക്കണ്ടേ? സ്വാഗത പ്രസിഡന്റായിട്ട് പറഞ്ഞു അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് വളരെ വ്യക്തമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ. എന്ന് പറയാതെ ഞങ്ങൾ സഭയുടെ പിന്തുണ ഉണ്ടെന്നും പിന്തുണ ഇല്ലെന്നും പറയുന്നില്ല. കാരണം അത് വളരെ സ്പഷ്ടമാണ് കാര്യങ്ങൾ.